ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിന്റെ ഏരിയ എന്ന ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ ആണ്. അതിൽ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾസ് എന്ന പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 cm ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി then draw a right angle of the same area. right triangle of the same area. അതായത് ഒരു സൈഡ് 6 സെന്റിമീറ്ററും ഒരു ആംഗിൾ 60 ഡിഗ്രിയുമായ ഒരു സമഭുജ സാമാന്തരികം വരച്ച് അതിന്റെ അതേ സെയിം ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു സാമാന്തരികം വരയ്ക്കേണ്ടത്. ആദ്യം 6 സെന്റിമീറ്റർ എടുത്തു, എന്നിട്ട് ഇവിടെ നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്ത് ഇതും 6 സെന്റിമീറ്റർ തന്നെയാണല്ലേ. അതായത് സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇനി എന്താണ് ഇത് നമ്മൾ വീണ്ടും ബാക്കി, അതായത് ഇനിയിപ്പോ എന്താണ് ഇത് നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അപ്പൊ ബാക്കി ഇവിടെ ഏതായിരിക്കും വരുന്നത്? 120 ഡിഗ്രി അല്ലേ. എന്താണ് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡുകൾ സെയിം ആയിരിക്കും. അതായത് ഇവിടെ 60 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡ് സൈഡും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ബാക്കി ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത്? 120 ഡിഗ്രി. ഇപ്പൊ അവര് പറഞ്ഞ ആ മെഷർമെന്റിലുള്ള ഒരു സമഭുജ സാമാന്തരികം നമ്മൾ വരച്ചു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ റൈറ്റ് ട്രയാങ്കിൾ എന്നൊരു സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ച മെത്തേഡിൽ തന്നെ ആദ്യം വരച്ചു നോക്കിയിട്ട് ആ കിട്ടുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ഡയഗണൽ വരയ്ക്കാം അല്ലേ. ഇത് നമ്മൾ ഡയഗണൽ വരച്ചു. ഇപ്പൊ എന്താണ്? ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ. നമുക്ക് പേര് കൊടുക്കാം ABCD. ഈ DBക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം? സിയിൽ കൂടി നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിന്റെ തേർഡ് വെർട്ടെക്സ്. ഇതിൽ കൂടി നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. AB എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. ഇനി എന്താണ്? ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ BCD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ കിട്ടുമല്ലോ. നമ്മള് വരച്ചു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഇത് നമുക്ക് പേര് കൊടുക്കാം, E എന്ന് കൊടുക്കാം. അപ്പൊ AED എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്കറിയാം ഇതൊരു സാമാന്തരികമാണ്. അതിന്റെ ഒരു സൈഡ് ഒരു ആംഗിൾ 60യും മറ്റേ ആംഗിൾ 120 ഡിഗ്രിയുമാണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു സാമാന്തരികം അല്ല, ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മറ്റൊരു സാമാന്തരികം കൂടി അല്ലെങ്കിൽ മറ്റൊരു റോംബസ് കൂടി നമുക്ക് കിട്ടും. അതായത് BECD എന്ന് പറയുന്ന മറ്റൊരു റോംബസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ വരച്ചിരിക്കുന്ന ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ബൈസെക്ട് ചെയ്താണ് പോയിരിക്കുന്നത്. അതായത് ഇതിനെ സമഭാജിയാണ്. ഈ DB എന്ന് പറയുന്ന ഡയഗണൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഇതിന്റെ സമഭാജിയാണ്. അപ്പോൾ ഈ ഒരാംഗിൾ എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി ആണല്ലേ. ബൈസെക്ട് ചെയ്യുമ്പോൾ എന്താണ്? രണ്ട് ആംഗിളിനെ ഈക്വൽ ആണ്, ഒരാംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ, അതായത് DBC എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, ഈ DBയുടെ പാരലൽ ലൈനാണ് CE. അപ്പോൾ എന്താണ്? ആ പാരലൽ ലൈനിന്റെ റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിളിന് സെയിം ആയിരിക്കും ഇപ്പുറത്ത് വരുന്ന ആ ആംഗിളും. അതായത് ഈ ആംഗിളും എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായത് ഒരു പാരലൽ ലൈൻ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ആംഗിൾ അല്ല, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? ഇപ്പുറത്തെ ആംഗിളും ഓൾറെഡി നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിളിന്റെയും കൂടി സംഭവം 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതായത് പാരലൽ ലൈനിന്റെ റൂൾ വെച്ചിട്ട് അഡ്ജസന്റ് ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസിന്റെ ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ, അതായത് BEC എന്ന് പറയുന്ന ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടി.
നമുക്ക് വേണ്ടത് എന്താണ്? ഈ എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. അതിലെ ട്രയാങ്കിൾ എ ഇ ഡിയുടെ ഫസ്റ്റ് ആംഗിൾ, അതായത് ഈ ആംഗിൾ നമുക്കറിയാം, ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി ഈ ഒരു ആംഗിൾ കൂടെ നമുക്ക് കിട്ടിയാൽ ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ആംഗിളിന്റെ എന്താണ് ആംഗിൾ എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മറ്റേ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കിട്ടാൻ, അതായത് ഒരു ട്രയാംഗിളിന്റെ ആംഗിളിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ? 180 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ കൂടെ കിട്ടിയാൽ നമുക്ക് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് എന്താണ്? 60 ഡിഗ്രി ആണെന്ന്. ഇത് രണ്ട് പാരലൽ ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇത് 60 ഡിഗ്രി ആണ് വരുന്നത്. ഈ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി. ഇനി എന്താണ്? ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആയിട്ടല്ലേ ഈ നമ്മൾ ഡി ഇ എന്ന് പറയുന്ന ലൈൻ വരച്ചിരിക്കുന്നത്. അതായത് എന്താണ്? ഇതൊരു പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ ബൈസെക്ടർ, അതിന്റെ ഡയഗണൽ വരച്ചാൽ എന്താണ്? അതിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് 60 ഡിഗ്രി ആകുമ്പോൾ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇത് എത്ര വരും? 30 ഡിഗ്രി അല്ലേ? എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ അടുത്ത ഒരു ആംഗിളോട് നമുക്ക് കിട്ടിയത് ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് 60 ഡിഗ്രി. അടുത്ത എത്രയാണ്? ആംഗിൾ എ ഇ ഡി. ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. അത് നമുക്ക് കിട്ടിയല്ലോ. ഇപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ എത്രയാണ്? 180. അപ്പം 60 + 30 എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പം 180 - 90 ചെയ്താൽ എത്രയാണ് നമുക്ക് ബാക്കി വരുന്നത്? 90. അപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ റോംബസിന് ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന് പാരലൽ ആയിട്ട് അതിന്റെ തേർഡ് വെർട്ടെക്സിൽ കൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. അതിനെ ജോയിൻ ചെയ്ത് നമ്മൾ പുതിയൊരു ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ട്രയാങ്കിളിന്റെ ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ട്രയാങ്കിൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ, അതായത് എ ബി ഡി എന്ന് പറയുന്ന ആംഗിളിന് സെയിം ആയിരിക്കും ആംഗിൾ ബി ഇ സി എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ എന്താണ്? ബൈസെക്ടർ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? ഡയഗണൽ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിനെ ബൈസെക്ട് ചെയ്തല്ലേ? ബൈസെക്ട് ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി. സോ നമ്മുടെ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടി 60, 30. അപ്പോൾ 180 നിന്നും 60 + 30 90 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടിയതാണ് 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി ടെക്സ്റ്റിലുള്ള തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണ്? ഡ്രോ എ റെഗുലർ പെന്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ, കാൽക്കുലേറ്റ് ദ ഏരിയ. അതായത് ഒരു പെന്റഗൺ വരച്ച് അതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ച് അതിന്റെ ഏരിയ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു പെന്റഗണിൽ നിന്നും ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതെന്ന്. ആ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുത്ത് വരയ്ക്കാം. എന്നിട്ട് അതിന്റെ ഏരിയ, ആ ട്രയാങ്കിളിന്റെ ഏരിയ കണക്കാക്കുമ്പോൾ ആ പെന്റഗണിന്റെ ഏരിയ കിട്ടും. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. The picture shows a rectangle divided into two parts. Instead of the broken line separating these parts, draw a straight line to divide the rectangles into two other parts of the same area. Calculate the area of the parts. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിൽ ഒരു ഒടിഞ്ഞ ലൈൻ കൊണ്ട് അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒടിഞ്ഞ ലൈൻ മാറ്റി അതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ലൈൻ, അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ ആക്കി മാറ്റണം. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ പോർഷന്റെ ഏരിയക്ക് സെയിം ആയിരിക്കണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആ പോർഷൻ, ഈ ഒരു പോർഷന്റെ എന്താണ്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണക്കാക്കാനാണ്. അപ്പൊ നമുക്കറിയാം ഇത് തന്നിരിക്കുന്ന ഈ ഒരു ലൈനിനെ നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ എന്താവും? ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറും അല്ലേ? ഈ ട്രയാങ്കിളിന്റെ അതേ സെയിം പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് അറിയാലോ. എങ്ങനെയാണ്? ഒരു പാരലൽ ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്ത് നമുക്ക് സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി, ഇതിന് ഇ എഫ്, സെന്ററിന് നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ ഇ എഫിനെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കണം.
ഇ എഫിനെ ജോയിൻ ചെയ്ത് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഇ എഫിന് പാരലൽ ആയിട്ട് ഓയിൽ കൂടി ഒരു ലൈൻ വരച്ച് അത് നമ്മുടെ എ ബിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥാനത്തേക്ക് എന്താണ് ഇയിൽ നിന്നും സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് ഈ ഒടിഞ്ഞ ലൈൻ മാറിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും അല്ലേ? അപ്പൊ എന്താണ് ആദ്യം നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണം. ഈ ഇ എഫിന് പാരലൽ ആയിട്ട് ഓയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഇയിൽ നിന്ന് ഈ ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് നമുക്ക് ജി എന്ന് കൊടുക്കാം. ഈ ഇയും ജിയും തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലേ? ഇപ്പൊ നമുക്ക് ഈ എഫ് ഒ ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന് സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പോ ഈ ഒരു പോർഷന്റെ ഏരിയക്ക് മാറ്റം വരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒടിഞ്ഞ ലൈൻ മാറ്റിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ആക്കി വരച്ചു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പോർഷന്റെ ഈ രണ്ട് പോർഷന്റെയും ഏരിയ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ച് കണക്കാക്കുന്നതിലും എളുപ്പത്തിൽ നമ്മൾ ആദ്യത്തെ ഫിഗറിലെ ആദ്യം വരച്ച ഫിഗറിൽ നിന്ന് തന്നെ ഏരിയ കണക്കാക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇത് മായ്ച്ചിട്ട് ആ ഫസ്റ്റ് ഫിഗർ തന്നെ ഒന്ന് ആക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിന്റെ ഏരിയ ആണല്ലേ? അപ്പൊ ഈ പോർഷന്റെ ഏരിയ നമ്മൾ നേരത്തെ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ഇനി ഇതിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടല്ലേ? നമുക്ക് നോക്കിയാൽ എന്താണ്? ഇതൊരു പെന്റഗൺ ആണല്ലേ? 1 2 3 4 5 സൈഡുള്ള ഒരു പെന്റഗൺ ആണ് ഇതല്ലേ? പെന്റഗണിന്റെ ഏരിയ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ട് പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഈ ഒരു ഇവിടെ നമുക്ക് പി എന്ന് കൊടുക്കാം. അപ്പം ഈ പി ഒ എന്ന് പറയുന്ന ഒരു ലൈൻ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരച്ചു. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ഇപ്പൊ ഇതിൽ ഏതൊക്കെ ലെങ്ത് നമുക്കറിയാം? ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 1 ഇതിപ്പോ ടോട്ടൽ 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്. അതുപോലെ ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 5 × 3 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി. അപ്പം എന്താണ് ഈ ഒരു പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഈ രണ്ട് പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 15ൽ നിന്നും ഇത് മൈനസ് ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് 15ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് അടുത്ത പോർഷന്റെ ഏരിയ കിട്ടും. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെയാണ്? ഇതിനെ നമുക്ക് രണ്ട് ട്രപ്പീസിയം ആയിട്ട് മാറ്റാം അല്ലെ? ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ഒരു ഷേപ്പാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ട്രപ്പീസിയം കിട്ടും. ഇതിന്റെ ഏരിയ, ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ½ h × a + b. അതിൽ h എന്ന് പറയുന്നത് എന്താണ്? ആ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ h എന്ന് പറയുന്നത്. പിന്നെ a b എന്ന് പറയുന്നത് അതിന്റെ മറ്റ് രണ്ട് സൈഡുകളാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്രപ്പീസിയം എന്താണ്? POED എടുത്താല് അതിലെന്താണ്? എല്ലാ സൈഡും നമുക്ക് അറിയോ? ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയോ? ഇല്ലല്ലേ? ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ OG എന്ന് പറയുന്ന ഈ O തൊട്ട് താഴെ വരെയുള്ള അല്ലെങ്കിൽ ഈ P തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ ആകുമ്പോൾ ടോട്ടൽ AD എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബാക്കി ഇവിടെ വരുന്നത് 1 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. അടുത്തത് ഇനി ഏതാണ്? ഈ ലെങ്ത്. ഇത് നമുക്കറിയില്ല അല്ലേ? ഇനി എന്താണ്? നമ്മൾ ഇപ്പൊ ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടിയത്? ഹാഫ് ഇൻറ്റു, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഏരിയ = ½ × h. h എത്രയാണ് നമുക്ക് കിട്ടി? 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. 1 × a + b. അതിൽ ഒരു സൈഡ്, അതായത് ഈ രണ്ട് സൈഡാണ് ഇനി നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ രണ്ട് സൈഡ് വരുമ്പോൾ ഒരു സൈഡ് 1 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അടുത്ത സൈഡ് 3 സെന്റിമീറ്റർ. അത് രണ്ടും ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം 1 + 3 നമുക്ക് കിട്ടും. അപ്പം ഏരിയ എത്ര വരും? ½ × 1 × 1 + ആദ്യം നമ്മൾ ബ്രാക്കറ്റിന് അകത്തുള്ളത് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ കിട്ടുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിന് അകത്തുള്ളത് ചെയ്യണം. 1 + 3 4. 4 × 1 എത്രയാണ്? 4 തന്നെയാണ്. അപ്പോൾ ½ × 4. 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 2. അപ്പൊ എത്രയാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ ഏതാണ്? POFA അല്ലേ? POFA. ഇതിൽ എന്താണ്? പാരലൽ, രണ്ടെണ്ണം പാരലൽ ആണ്. ഇതൊരു ട്രപ്പീസിയം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം. ഇനി എന്താണ്? ഇതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 2 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ = ½ × ഹൈറ്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 2 × അടുത്തത്
എ എന്ന് പറയുന്നത് ഏതാണ്? ഈ രണ്ട് സൈഡുകളാണ് എയും ബിയും എന്ന് പറയുന്നത്. അപ്പൊ എ എത്രയാണ്? 3 പ്ലസ് ബി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഹാഫ് ഇൻറ്റു 3 + 2 എത്രയാണ്? 5. 5 × 2 10. അപ്പോൾ 10ഉം 2ഉം കൂടെ കിട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 5 അല്ലേ? അപ്പോൾ നമുക്ക് ഈ താഴത്തെ ട്രപ്പീസിയത്തിന്റെ ഏരിയ 5 സെന്റിമീറ്റർ എന്നും മുകളിലത്തെ ട്രപ്പീസിയത്തിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടി. അപ്പോൾ ഈ ഒരു സെക്ഷന്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് നമുക്കിപ്പോൾ കിട്ടിയല്ലോ. എത്രയാണ്? 5 + 2 = 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഈ ഒരു എന്താണ് AFOED എന്ന് പറയുന്ന സെക്ഷന്റെ ടോട്ടൽ ഏരിയ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ FBOE എന്ന് പറയുന്ന സെക്ഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ നമ്മുടെ ടോട്ടൽ ഏരിയ 15 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ഈ 7 സെന്റിമീറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടുമല്ലോ. അപ്പൊ എത്ര വരും? ഏരിയ = 15 മൈനസ് ഈ 7 ആണ് ഈ ടോട്ടൽ ഈ ഒരു സെക്ഷന്റെ ടോട്ടൽ ഏരിയ. അപ്പൊ 15 - 7 = 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്കൊരു എന്താണ് രണ്ട് റെക്റ്റാങ്കിൾ ആയിട്ടാണ് കിട്ടുന്നത്. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അതിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ലെങ്ത് ഒക്കെ നമ്മൾ മെഷർ ചെയ്ത് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ നമ്മളിങ്ങനെ പാരലൽ ലൈൻ വെച്ചിട്ടല്ലേ ആ ലൈൻ കൊണ്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനെ രണ്ട് ട്രപ്പീസിയമായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ ആ ഓരോ സെക്ഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഏരിയ മൈനസ് ചെയ്തപ്പോൾ അടുത്ത ആ ഷെയ്ഡ് ചെയ്തിട്ടുള്ള സെക്ഷന്റെ ഏരിയ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എന്നുള്ള പോർഷൻസിൽ വരുന്നത്. ഇനി അടുത്ത പോർഷൻ ട്രയാങ്കിൾ ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ ത്രികോണ ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും വരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനുമായിട്ട് വരാം. താങ്ക് യു.